എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോയ്ഡ് ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC-യുടെ PCB ആണ്. ഈ ഒരു PCB-യുടെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് F3 എറർ ആണ്. എങ്ങനെയാണ് നമുക്കിതിനകത്തുനിന്ന് F3 എറർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതെങ്ങനെയാണ് ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് റിപ്പയർ ചെയ്ത് മാറ്റാമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഇൻഡോർ ഔട്ട്ഡോർ ബോർഡിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ DC മോട്ടറാണ്, ഔട്ട്ഡോറും DC മോട്ടറാണ്. പക്ഷേ ഔട്ട്ഡോർ DC മോട്ടർ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇൻഡോറിൻ്റെ DC മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വയർ, സപ്ലൈ വയർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് ഇതിൻ്റെ എറർ കോഡ് ചെക്ക് ചെയ്യണം. അപ്പോൾ എറർ കോഡ് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏകദേശം കുറച്ച് സമയം ഇത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എറർ ഇതിൽ ഷോ ആകത്തുള്ളൂ. കാര്യം കുറേ സമയമെടുക്കും ഇതിനകത്ത് എറർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് എറർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ അടിഭാഗത്ത് ഈ മെയിൻ IC ഇരിക്കുന്ന ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു LED ഉണ്ട്. ഈ LED 6 ടൈം ബ്ലിങ്ക് ചെയ്യും. 6 ടൈം ബ്ലിങ്കിങ് എന്ന് പറയുന്നത് F3 എററാണ്. അതേ കണക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ എറർ കോഡ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എറർ കോഡ് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും 6 ടൈം ബ്ലിങ്കിങ് ഔട്ട്ഡോർ യൂണിറ്റിൽ LED ഫ്ലാഷ് ചെയ്യുന്നത് 6 ടൈം ആണെന്നുണ്ടെങ്കിൽ അത് F3 എററും IPM മൊഡ്യൂൾ ഫോൾട്ടും ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ IPM സെക്ഷനിലോട്ടാണ് ഇതിൻ്റെ ഫോൾട്ട് വരുന്നത്. IPM സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ മറ്റുള്ള ബോർഡുകളൊക്കെ സിംഗിൾ IC-യിലുള്ള IPM അല്ല, ഇത് ഓപ്പൺ IPM ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് മെഗ്മീറ്റിൻ്റെ PCB F1 വെർഷൻ 1.6 മോഡലാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ ഈ PCB F1 വരുന്ന വെർഷനിൽ വരുന്ന എല്ലാ ബോർഡുകൾക്കും ഓപ്പൺ IPM ആയിരിക്കും. 6 IGBT വെച്ചിട്ടുള്ള ഓപ്പൺ IPM ആയിരിക്കും. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു IC ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് IPM ഫോൾട്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു IC ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ IC-യുടെ ഡേറ്റാ ഷീറ്റിൽ ഈ IC-യുടെ 8ാമത്തെ പിന്നിൽ ഫോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഫോൾട്ട് ഔട്ട്പുട്ടിൽ 3.3 വോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മുടെ മെയിൻ പ്രോസസ്സർ ഇതിനായിരിക്കും IPM സൈഡ് IPM മൊഡ്യൂൾ ഓക്കെയാണ്. ഇല്ല, ആ വോൾട്ടേജ് അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ പ്രോസസ്സർ ICക്ക് മനസ്സിലാവും അവിടെ ഫോൾട്ട് ഉണ്ട്. അപ്പോൾ കറക്റ്റ് 3.3 വോൾട്ട് ഇവിടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിൻ്റെ പിന്നെന്ന് പറയുന്നത് ഇവിടെ നിന്ന് 8ാമത്തെ പിന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ആ എറർ കോഡ് ഇത് എത്ര പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ആ മെയിൻ IC ആ സൈഡിലോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇത് നമുക്ക് ഈ ഒരു എറർ കോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ടുണ്ട്, ഞാൻ സ്വിച്ച് ഓൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് ഓണായി വന്നിട്ടുണ്ട്. ഓണായി നിൽക്കുകയാണ്. ആ എറർ കോഡ് എത്ര പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓഫായി. അത് ഓഫാകാൻ പാടില്ല. ആ LED ഓഫായി കഴിഞ്ഞാൽ എററാണ്. 1 2 3 4 5 6 ഇപ്പോൾ 6 ടൈമാണ്. ഇപ്പോൾ ലോങ് ടൈമിലോട്ടുള്ള സ്റ്റോപ്പ് വന്നു. 6 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ട് പിന്നെ ലോങ് ടൈം ഓഫായിട്ട് പിന്നെ 6 പ്രാവശ്യം ഇങ്ങനെ തുടർച്ചയായിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ IPM-ൻ്റെ ഫോൾട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു IC-യുടെ 8ാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ചെക്ക് ചെയ്യാൻ പരുവത്തിന് നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലാക്കിയതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്, എവിടെയും ഷോർട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. പവർ ഓണായിട്ടുണ്ട്, LED കത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു നെഗറ്റീവ് പ്രോബ് ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഗ്രൗണ്ടിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് 8ാമത്തെ പിന്ന് 1 2 3 4 5 6 7 8 ഈ 8ാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്?
ഇവിടെ നമുക്ക് എട്ടാമത്തെ പിന്നിൽ 0.972 വോൾട്ട്, അതായത് ഇവിടെ വോൾട്ടേജ് ബ്രേക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐ സി ഫോൾട്ട് ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഫോൾട്ട് ഔട്ട്പുട്ട് ഗ്രൗണ്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ അതിന് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളതാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഐ സി വർക്ക് ചെയ്യുന്നത് 3.3 വോൾട്ടിലും പിന്നെ 15 വോൾട്ടുമാണ്. 15 വോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ IGBT ഡ്രൈവ് ചെയ്യാനുള്ള വോൾട്ടേജാണ്. ആ രണ്ട് വോൾട്ടേജും ഈ ഐ സിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഫ്യൂസ് 00 എന്ന് പറയുന്ന R16ൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് 15 വോൾട്ട് വരണം, പക്ഷേ ഇവിടെ 15 വോൾട്ട് ഇല്ല. നമുക്ക് 3.3 വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ഓഫായിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് ബോർഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി 3.3 വോൾട്ട്. ഓക്കെ, 3.3 വോൾട്ട് ഇവിടെ ഉണ്ട്. അതിവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, ഈ ഒരു റെഗുലേറ്റിംഗ് ഐ സിയുടെ ഇവിടെ. ഇനി നമുക്ക് 15 വോൾട്ടിൻ്റെ ഇൻപുട്ടിൽ എത്ര വോൾട്ട് ഉണ്ട്? അവിടെ 18 വോൾട്ട് ഉണ്ട്. ഇനി 15 വോൾട്ടിൻ്റെ 15 വോൾട്ട് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ റെഗുലേറ്ററിൽ നിന്ന് നമുക്കിവിടെ ഔട്ട്പുട്ട് വരുന്നില്ല. ഈ ഒരു റെഗുലേറ്റിംഗ് ഐ സി എന്ന് പറയുന്നത് 3.3ക്കും ഈ റെഗുലേറ്റിംഗ് ഐ സി എന്ന് പറയുന്നത് 15 വോൾട്ടിനാണ്. പക്ഷേ ഈ റെഗുലേറ്റിംഗ് ഐ സി നല്ല ഹീറ്റപ്പ് ആയിട്ടുണ്ട്, അതായത് നല്ല ചൂടുണ്ട് ഈ ഒരു റെഗുലേറ്റിംഗ് ഐ സി. അതായത് ഈ ഐ സി ഷോർട്ടഡ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഷോർട്ടിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐ സി നല്ല ചൂടാകുന്നുണ്ട്. അതാണ് ആ സൈഡ് മുഴുവനും ബ്രൗൺ കളറിൽ ഉള്ള ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഈ ഐ സി നല്ല ക്ലീൻ വൈറ്റ് ആണ്, ഈ ഒരു ഐ സി ബ്രൗൺ കളറിൽ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ ബസർ മോഡിലോട്ട് ഇടുക. ബസർ മോഡിൽ ഇട്ടതിന് ശേഷം ഇവിടെ ഈ ഒരു ഐ സിയുടെ 15 വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഡെഡ് ഷോർട്ടാണ്. അതായത് 15 വോൾട്ടിൻ്റെ ഈ റെഗുലേറ്റിംഗ് ഐ സി ഷോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റെഗുലേറ്റിംഗ് ഐ സി മാത്രമല്ല ഷോർട്ടിങ് ആവാൻ കാരണം, വേറെയും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിലൂടെ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഒരു PFC സർക്യൂട്ടിൽ വരുന്ന IGBT വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 വോൾട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ 15 വോൾട്ട് ഗേറ്റ് ഡ്രൈവർ ഐ സി. ഈ ഗേറ്റ് ഡ്രൈവർ ഐ സി കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഷോർട്ടാണെങ്കിലും നമുക്ക് 15 വോൾട്ട് ബ്രേക്ക് ആവും. പിന്നെ നമ്മുടെ ഈ ഒരു IPM കൺട്രോളർ ഐ സി, ഈ ഒരു ഐ സി കംപ്ലൈൻ്റ് ആയാലും ഷോർട്ടായാലും നമുക്കിവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ എവിടെയാണ് ഷോർട്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്കിവിടെ ആകെ ചെക്ക് ചെയ്യാനുള്ളത് 1, 2, 3 കമ്പോണൻസുകളാണ്. ഒന്ന് ഈ ഒരു ഐ സി, 2 ഇത്, 3 നമ്മുടെ റെഗുലേറ്റർ ഐ സി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തുനിന്ന് ഈ റെഗുലേറ്റർ ഐ സി ഊരിയെടുക്കാം. ഈ റെഗുലേറ്റർ ഐ സി ആദ്യം നമുക്ക് ഇതിനകത്തുനിന്ന് ഊരിയെടുക്കാം. ഓക്കെ, നമ്മുടെ റെഗുലേറ്റർ ഐ സി ഊരിയെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി ഇവിടെ വയ്ക്കാം. സൈഡിൽ കുറേ ഫ്ലക്സും കാര്യങ്ങളും. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ഷോർട്ടിങ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഷോർട്ടിങ് മാറിയിട്ടില്ല, ഇപ്പോഴും ആ ഷോർട്ടിങ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു IGBT ഗേറ്റ് ഡ്രൈവർ ഐ സി ഇളക്കിയെടുത്തിട്ട് അവിടെ ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഐ സി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് മൾട്ടിമീറ്റർ നമുക്ക് ബസർ മോഡിലിട്ടിട്ട്
ഈ ഒരു 15 വോൾട്ടിൽ ആ ഷോർട്ടിങ് മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഷോർട്ടിങ് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IC ആണ് ഇവിടെ ഷോർട്ടിങ് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2752-4 എന്നുള്ള ആ PWM IGBT ഗേറ്റ് ഡ്രൈവർ IC നമ്മളിവിടെ മാറിയിട്ട് പുതിയത് മാറുക. അതേ കണക്ക് തന്നെ ഈ ഒരു റെഗുലേറ്റിംഗ് IC നല്ല ഹീറ്റായി പോയതുകൊണ്ട് ഇവിടെ നമുക്ക് പുതിയൊരു റെഗുലേറ്റിംഗ് IC 15 വോൾട്ടിൻ്റെ റെഗുലേറ്റിംഗ് IC ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോർഡ് ഓൺ ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ 2 പീസും കൂടെ ഉണ്ട്. 2752-4 എന്നുള്ള ഈ ഗേറ്റ് ഡ്രൈവർ IC. പിന്നെ ഇത് നമ്മുടെ പുതിയ 78M15 എന്നുള്ള 15 വോൾട്ട് റെഗുലേറ്റിംഗ് IC. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇവിടെ നിന്ന് പുതിയതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഡോട്ട് നോക്കിയിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് 1-ാം നമ്പർ പിന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഡ്രൈവർ IC ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്തിട്ട് കറക്റ്റ് ആ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, ആ 3-ാമത്തെ പിന്നിൽ എത്ര വോൾട്ട്, 3-ാമത്തെ പിന്നല്ല ആ ഒരു 8-ാമത്തെ പിന്നിൽ എത്ര വോൾട്ട് 3.3 വോൾട്ട് വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ 3.3ഉം 15 വോൾട്ടും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. ശേഷം നമുക്ക് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 15 വോൾട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. (14.65 വോൾട്ട് വരുന്നുണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ 8-ാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 3.2 വോൾട്ട് 8-ാമത്തെ പിന്നിൽ വരുന്നുണ്ട്. ഇപ്പോൾ ആ ലൈറ്റ് ഓഫായിട്ടില്ല, ആ ലൈറ്റ് കണ്ടിന്യൂസ് പിന്നെ കത്തി തന്നെയാണ് കിടക്കുന്നത്. നമുക്കിതിനകത്ത് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. കംപ്രസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മെയിൻ ബോർഡിലുള്ള ഇൻഡോർ ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് ഞാനിതൊന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓഫ് മോഡിലാണ് കിടക്കുന്നത്. എന്നിട്ട് മെയിൻ പവർ ഓഫ് ചെയ്തു. ഇനി ഔട്ട്ഡോർ ബോർഡിലുള്ള സപ്ലൈ മൊത്തം ഡിസ്ചാർജ് ആക്കണം. അപ്പോൾ അത് നമുക്കൊരു സീൽഡ് വാൽവ് ഉപയോഗിച്ചിട്ട് മൊത്തം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ബൈയിൽ കിടക്കുകയാണ്. ഇനി സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റാൻഡ് ബൈ റിലീസായിട്ടുണ്ട്. ഇതിൽ ഫാൻ ഔട്ട്ഡോർ യൂണിറ്റിൽ ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കംപ്രസർ എടുത്തിട്ട്
ഫാൻ മോട്ടറിൻ്റെ എയറിലോട്ട് പോകണം. ഓക്കെ, നമുക്കിപ്പോൾ കംപ്രസർ എടുത്തിട്ടുണ്ട്. കംപ്രസറിൻ്റെ കണക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കംപ്രസർ ഫാൻ മോട്ടറിൻ്റെ എറർ വരും. കംപ്രസർ ഓഫ് ആവും. കാര്യം ഫാൻ മോട്ടർ കൊടുത്തിട്ടില്ല, ഔട്ട്ഡോറിൻ്റെ DC ഫാൻ മോട്ടറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉറപ്പായിട്ട് അതിൻ്റെ എറർ വരും. അപ്പോൾ ഇതുവരെ ആയിട്ടും നമുക്ക് ആ ഫാൻ മോട്ടറിൻ്റെ എറർ വന്നിട്ടില്ല. ചിലപ്പോൾ ഇനിയും കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും അതിൻ്റെ ഫാൻ മോട്ടറിൻ്റെ എറർ വരുന്നത്. അപ്പോൾ ഇത്ര നേരമായിട്ടും ഈ കംപ്രസർ ഫുൾ ഇപ്പോൾ ഹൈ സ്പീഡിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് PFC സർക്യൂട്ട് ഇത്രയും ഹൈ സ്പീഡ് എടുക്കുമ്പോൾ PFC സർക്യൂട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ F3 എറർ ആയിട്ട് വന്നിട്ടുള്ള ഈ ലോയിഡിൻ്റെ PCB നമ്മൾ സക്സസ്ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.